ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ മഹോത്സവാഘോഷങ്ങൾക്ക് ഫെബ്രുവരി 22-ന് കൊടിയേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ 7 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരവും ആനയൂട്ടും വൈവിധ്യമാർന്ന വിവിധ കലാപരിപാടികളുമാണ് ക്ഷേത്രോത്സവത്തിനായി അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ. മാർച്ച് 4-ന് നടക്കുന്ന ആറാട്ടോടെ മഹോത്സവത്തിന് സമാപനം കുറിക്കും. പള്ളുരുത്തി ശ്രീ ധർമ്മപരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള തൃക്കൊടിയേറ്റ് ഫെബ്രുവരി 22-ന് ദ്വിജപ്രതിഷ്ഠാ ദിനത്തിൽ മഹാഗണപതി ഹോമം, പ്രസാദഊട്ട്, ദീപാരാധന, സംഗീത കച്ചേരി, ആകാശവിസ്മയം എന്നിവ ഉണ്ടാകും. ഫെബ്രുവരി 23-ന് പ്രസാദഊട്ട്, തിരുവാതിര, ദീപാരാധന, വയലിൻ ഫ്യൂഷൻ, മെഗാ മാജിക് ഷോയും ഫെബ്രുവരി 24-ന് തിരുവാതിര, സോപാന സംഗീതം, തായമ്പക, നൃത്യങ്ങൾ, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവയും ഉത്സവത്തിന്റെ മാറ്റുകൂട്ടും. ഫെബ്രുവരി 25-ന് തിരുവാതിര, വയലിൻ ഫ്യൂഷനും നൃത്തസന്ധ്യയും, ഫെബ്രുവരി 26-ന് നാദലയം ഗാനസന്ധ്യയും താളവിന്യാസവും നൃത്തനടന നാട്യാവിഷ്കാരവും ഉണ്ടാകും. ഫെബ്രുവരി 27-ന് ഫോക്ക് വൈബ്, തിരുവാതിര എന്നിവയും, ഫെബ്രുവരി 28-ന് പൂയ മഹോത്സവത്തിന് കാവടി ഘോഷയാത്ര, നാടൻപാട്ട്, ഓട്ടംതുള്ളൽ, സോപാന സംഗീതം എന്നിവ ഒരുക്കുകയും ചെയ്യും. മാർച്ച് 1-ന് ഭക്തിഗാനാമൃതം, നാടകം, മാർച്ച് 2-ന് ഗാനമേള, തിരുവാതിര, കഥാപ്രസംഗം എന്നിവയും, ഫെബ്രുവരി 3-ന് പള്ളിവേട്ട മഹോത്സവത്തിന് ആനയൂട്ട്, ഗാനമേള, ആകാശവിസ്മയം എന്നിവയും ഉണ്ടാകും. മാർച്ച് 4 ആറാട്ട് മഹോത്സവ ദിനത്തെ പകൽപൂരം, ആകാശവിസ്മയം, ബാലെ, സംഗീത കച്ചേരി എന്നിവ ഉത്സവാഘോഷത്തിന് തിളക്കം കൂട്ടും. ആറാട്ടോടെ മഹോത്സവം സമാപിക്കും. 7 ഗജവീരന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉത്സവ പരിപാടിയാണ് ഈ പ്രാവശ്യം നമ്മൾ എഴുന്നള്ളിപ്പായിട്ട് ഉപയോഗിക്കുന്നത്. പ്രഗത്ഭരായിട്ടുള്ള തായമ്പക വിദഗ്ധരും നമ്മുടെ ജൗഷൽ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളവും ഈ പരിപാടിക്ക് കൊഴുകൂട്ടുന്നുണ്ട്. നമ്മുടെ വിവിധ കലാപരിപാടികളാണ് ഈ പ്രാവശ്യം ഉള്ളത്. നാടകമുണ്ട്, കഥാപ്രസംഗമുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, കഥകളിയുണ്ട്. എല്ലാ കാരണം വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ പ്രാവശ്യ ഉത്സവത്തിന് നമ്മൾ. കൂടാതെ തന്നെ നമ്മുടെ അന്നദാന ദിവസം 11 ദിവസവും ഇടക്കിടക്ക് നമ്മുടെ വിവിധ പരിപാടികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നദാന സമയത്ത് ഈ പ്രാവശ്യം അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യത്തെ ദിവസം ഈശ്വരി ഭജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭജൻസിൻ്റെ ഭജൻസാണ്. ആറാട്ട് ദിവസം എഴുന്നള്ളിപ്പിക്കുന്ന ആനകൾ 7 ആനകളുണ്ടാവും. പിന്നെ നമ്മൾ 2 ആനകളുടെ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളിപ്പോൾ പറയുന്നില്ല. 7 ആനകൾ ഉറപ്പാണ്. എങ്കിൽ തന്നെ പൂയ മഹോത്സവവും ആറാട്ടും വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ വർഷം നടക്കും. അപ്പോൾ ഈ വർഷം നമ്മുടെ മഹോത്സവം വളരെ ഭംഗിയാകുവാൻ എല്ലാ ഭക്തജനങ്ങളുടെയും ഇടപെടലുകളും അനുഗ്രഹവും ഭഗവാൻ എല്ലാ ഭക്തജനങ്ങൾക്കും നൽകും എന്നുള്ള വിശ്വാസത്തിൽ ഈ പരിപാടി നമ്മുടെ സമംഗള ആറാട്ടോടെ അവസാനിപ്പിക്കും. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ 12 ദിവസത്തെ ഉത്സവം ശരിയായ ഇതിൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഈ രാശികളുടെ വ്യത്യാസവും നക്ഷത്രത്തിൻ്റെ ഒക്കെ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് ധ്വജപ്രതിഷ്ഠാ ദിനവും കൊടിയേറ്റ് ദിനവും ഒരു ദിവസമാണ് വരുന്നത്. അല്ലെങ്കിൽ അത് 12 ദിവസമായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് വരുന്നത്. ഇത്തവണ ഈ ധ്വജപ്രതിഷ്ഠാ ദിനവും കൊടിയേറ്റ് ദിവസവും ഒരുമിച്ച് വരുന്നു. അത് അനുസരിച്ച് 11 ദിവസത്തെ ഉത്സവമാണ്. ഈ തവണ 2 ദേശങ്ങളിലായിട്ട് തിരിഞ്ഞുകൊണ്ടിട്ട് അത് കൊടിയും കൊടിക്കയറും ഉടയാളുകളും ഒക്കെ താലവും ഗജവീരൻ്റെ അകമ്പടികളൊക്കെ തന്നെയായിട്ട് മേളമൊക്കെ ആയിട്ട് ഇത് രണ്ടും ക്ഷേത്രസന്നിധിയിലേക്ക് നാളെ വൈകിട്ട് 8 മണിയോടുകൂടി എത്തിച്ചേരും. നമ്മളത് നോട്ടീസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രസാദ ഊട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അത് കുറേ ഭക്തജനങ്ങളൊക്കെ നമ്മൾ ആ രീതിയിൽ പ്രസാദ ഊട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തവണയും പഴയിടം നമ്പൂതിരിയോടൊപ്പം ചേർന്ന് പിന്നെ കലവറയിൽ കൈകാര്യം ചെയ്യുന്ന നമ്മൾ അമ്മാവനെന്ന് വിളിക്കുന്ന സദാശിവൻ അല്ലേ, അദ്ദേഹമാണ് ഇത്തവണയും നമ്മുടെ കലവറ കാര്യങ്ങൾ നോക്കുന്നത്. ഇത്തവണയും അതിലൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. 2 സ്റ്റേജ് ഹൈസ്കൂൾ മൈതാനിയിലുണ്ട്, ക്ഷേത്ര മൈതാനിലും സ്റ്റേജുണ്ട്. സമയ ക്രമീകരണങ്ങളുണ്ട്. 10 മണിക്ക് മുമ്പേ ഈ കലാപരിപാടികൾ അവസാനിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനമുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.